എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 37-38 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 37-ാമത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവും 38-ാമത്തെ ശ്ലോകത്തിൽ ഇന്ദ്രവജ്ര വൃത്തവും കവി ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ഭാഗത്തുനിന്ന് തുടങ്ങാം. ഭഗവാൻ സ്വപ്നത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. കണ്ണൻ്റെ സ്വപ്നത്തിൽ ഏത് പെൺകുട്ടിയാണ് വന്നത് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കാദ്യം 37-ാമത്തെ ശ്ലോകം നോക്കാം. ശ്ലോകം തുടങ്ങുമ്പോൾ തന്നെ ആരാണ് എന്നുള്ളത് മനസ്സിലാവും. കളിന്ദജാകൂല നികുഞ്ചവാസാം ജാനീഹി ശൗരേ ജലദേവതാം മാം അത്രാഗതേരദ്യമയാ നിമിത്തം ആവേദ്യതേ തച്ഛൃണു സാവധാന. ആദ്യം പദച്ഛേദം നോക്കാം. കളിന്ദജാകൂല നികുഞ്ചവാസാം ജാനീഹി ശൗരേ ജലദേവതാം മാം അത്ര ആഗതേ അദ്യ മയാ നിമിത്തം ആവേദ്യതേ തത് ശൃണു സാവധാന. എന്താണ് ആ പെൺകുട്ടി പറഞ്ഞത് എന്നാണെങ്കിൽ, ഞാൻ ആരാണ് എന്നുള്ളത് ആദ്യം പറയാണ്. ഹേ ശൗരേ, കൃഷ്ണനെ സംബോധന ചെയ്യാണ്. ശൂരകുലത്തിൽ പിറന്നവനെ ശൗരേ, കളിന്ദജാകൂല നികുഞ്ചവാസാം ജലദേവതാം മാം ജാനീഹി. എന്നെ ഇങ്ങനെ അറിഞ്ഞാലും, മാം ജാനീഹി, എന്നെ അങ്ങ് ഇങ്ങനെ മനസ്സിലാക്കിയാലും. ആരായിട്ടാണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ ആരാണ്? കളിന്ദജാകൂല നികുഞ്ചവാസാം ജലദേവതാം. കളിന്ദജാകൂലം, കളിന്ദൻ എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തിൻ്റെ പുത്രിയായിട്ട് കളിന്ദജ, കാളിന്തി. ആ കാളിന്തി നദിയുടെ നികുഞ്ചത്തിൽ, കൂലത്തിലുള്ള, കൂലം എന്ന് പറഞ്ഞാൽ തീരം, തീരത്തിലുള്ളതായ നികുഞ്ചത്തിൽ വസിക്കുന്ന, അതാണ് കളിന്ദജാകൂല നികുഞ്ചവാസാം. കളിന്ദ പർവ്വതത്തിൽ നിന്നും ഒഴുകി വരുന്ന കാളിന്തി, ആ കാളിന്തി നദിയുടെ തീരത്തുള്ള കളിന്ദജാകൂലം ഉള്ള ഒരു നികുഞ്ചം, വള്ളിക്കുടിൽ. എങ്ങനെയുള്ള സ്ഥലത്തിനെയാണ് വള്ളിക്കുടിൽ എന്ന് പറയുക? മരങ്ങളും പച്ചപ്പും വള്ളികളുമൊക്കെ ഇടപഴകി നിറയെ വളർന്നു നിൽക്കുന്ന, ഒട്ടും വെളിച്ചം കയറാത്തതായ, നല്ല തണുപ്പുള്ളതായ പ്രദേശങ്ങൾ. അങ്ങനെയുള്ള ഒരു ഭാഗത്ത് താമസിക്കുന്ന ജലദേവതാം മാം അവേഹി, ജലദേവതയായിട്ടുള്ള എന്നെ മനസ്സിലാക്കൂ. അപ്പോൾ അതാരാണ്? കാളിന്തി നദി തന്നെയാണ്. കാളിന്തി നദിയുടെ അധിദേവതയാണ് ഭഗവാനെ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ്ട് കഥ മനസ്സിലാവാൻ തുടങ്ങും. എന്തിനായിരിക്കും കാളിന്തി ദേവി ഭഗവാനെ കാണാൻ വന്നത്? എന്നിട്ട് പറയാണ്, അദ്യ അത്ര ആഗതേ, അദ്യ ഇന്ന്, അത്ര ഇവിടേക്ക്, ഭഗവാന്റെ അടുത്തേക്ക്, ആഗതേ നിമിത്തം വരവിൻ്റെ കാരണം. ഞാനിപ്പോൾ ഇവിടേക്ക് എന്തിനാണ് അങ്ങയുടെ സ്വപ്നത്തിൽ കയറിക്കൊണ്ട് വന്നത് എന്നുള്ളത്. അത്ര ആഗതേ നിമിത്തം മയാ ആവേദ്യതേ, ഞാനിതാ പറയാൻ പോവുകയാണ്. ഞാൻ അങ്ങയോട് എൻ്റെ വരവിൻ്റെ ഉദ്ദേശം പറയാൻ പോവുകയാണ്. തത് സാവധാന ശൃണു, അത് വളരെ സാവധാനം കേൾക്കൂ. സാവധാനം എന്നുള്ളതിന് മലയാളത്തിൽ നമ്മൾ പറയുന്ന പതുക്കെ എന്നുള്ള അർത്ഥമല്ല, അവധാനതയോട് കൂടിയിട്ട്, ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കണം. അതാണ് സാവധാനം. അനവധാനത എന്നുള്ള വാക്കൊക്കെ നമ്മൾ മലയാളത്തിൽ ധാരാളം പറയാറുണ്ട്. അനവധാനത എന്നൊക്കെ പറഞ്ഞാൽ അശ്രദ്ധ, ശ്രദ്ധയില്ലാതെ ചെയ്യണത്. ആ വാക്ക് എൻ്റെ വിപരീതമാണ് സാവധാനം എന്നുള്ളത്. പക്ഷെ മലയാളത്തിൽ അത് നമ്മൾ പതുക്കെ, ധൃതിയില്ലാതെ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ കാളിന്തി പറയാണ്, ഞാൻ അങ്ങയോട് ഇപ്പോൾ ഒരു കാര്യം നിവേദിപ്പിക്കാം, അറിയിക്കാം. അങ്ങ് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഞാൻ പറയണതൊന്ന് കേൾക്കണം എന്ന് കാളിന്തി ഭഗവാനോട് പറയാണ്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഒന്നുകൂടിയും കാളിന്തി സ്വയം വർണ്ണിക്കുകയാണ്. ഭഗവാന്റെ സാമീപ്യം കൊണ്ടുവന്നതായ ആ ഒരു ശ്രേഷ്ഠതയെ പറ്റിയിട്ട് ഒന്നുകൂടി പറയാണ്. നമുക്ക് 38-ാമത്തെ ശ്ലോകം നോക്കാം. നന്വസ്തി സിന്ധുർയമുനേതി പുണ്യാ വിശേഷേണ പരിഗ്രഹാത്തെ ആഭാദിയാ സാഗരമേഖലായ മാലാ മഹാനീലമയീവ ഭൂമേ. ആദ്യം പദച്ഛേദം നോക്കാം. നനു അസ്തി സിന്ധു യമുന ഇതി പുണ്യാ വിശേഷേണ പരിഗ്രഹാത് തേ ആഭാതി യാ സാഗരമേഖലായാ മാലാ
മഹാനീലമയീ ഇവ ഭൂമേ. എന്താണ് പറയണത്? ഈ കാളിന്തിയുടെ മറ്റൊരു പേര്, ആ പേരിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. യമുന എന്ന്. യമുന നദിയുടെ മറ്റൊരു പേരാണ് കാളിന്തി. ഭഗവാന്റെ അമ്പാടിയുടെ സമീപത്തു കൂടെയൊക്കെ ഒഴുകുമ്പോഴാണ് അതിന് കാളിന്തി എന്ന പേര് വരുന്നത് പോലും. അതിനെ സാമാന്യമായിട്ട് എല്ലാ ദിക്കിലും യമുന എന്നാണ് അന്നും വിളിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴും ആ നദി യമുന തന്നെയാണ്. അപ്പോൾ ഇവിടെ ഭഗവാനോട് ചോദിക്കുകയാണ്, നനു അങ്ങേക്ക് അറിയില്ലേ, കേട്ടിട്ടില്ലേ? ഹേ ശൗരേ, അങ്ങ് കേട്ടിട്ടില്ലേ? ഹേ കൃഷ്ണ, അങ്ങക്ക് പരിചയമുള്ളതാണല്ലോ, അതാണ് നനു എന്ന് തുടങ്ങണത്. എന്നിട്ട് പറയാണ്, പുണ്യ, വളരെ പാവനയായിട്ടുള്ളവൾ. സ്വതവേ പാവന തന്നെയാണ്. പോരാത്തതിന് പാവനത്വം ഒന്നുകൂടി കൂടി. എങ്ങനെയാണ് കൂടിയത്? തേ പരിഗ്രഹാത്, അങ്ങയുടെ പരിഗ്രഹം കൊണ്ട്, അങ്ങ് അവളെ സ്വീകരിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങ് അവളെ സ്വായത്തമാക്കിയത് കൊണ്ട്, അങ്ങനെയുള്ളത് കൊണ്ട്, വിശേഷേണ പുണ്യാ യമുന ഇതി പ്രസിദ്ധ. വിശേഷമായിട്ട് കുറച്ചും കൂടിയും അതിന്, ആ നദിക്ക് പുണ്യം കൂടി. അതുകൊണ്ടാണ് വിശേഷേണ പുണ്യ യമുന ഇതി പ്രസിദ്ധ. വളരെ വൈശിഷ്ട്യത്തോടു കൂടിയവളായ, പുണ്യം വർദ്ധിച്ചവളായിട്ടുള്ള യമുന എന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു നദി, അതാണ് യമുന ഇതി സിന്ധു. സിന്ധു എന്നുള്ളതിന് നദി എന്നും അർത്ഥമുണ്ട്, സാഗരം എന്നും അർത്ഥമുണ്ട്. ഇവിടെ നദി എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. പുണ്യ യമുന ഇതി സിന്ധു അസ്തി. അങ്ങനെ ഒരു നദിയുണ്ട് എന്നങ്ങ് കേട്ടിട്ടില്ലേ? അങ്ങയുടെ പരിഗ്രഹം കൊണ്ട് പുണ്യായമുന എന്ന് കൂടുതൽ വിശേഷണം കൊടുത്ത് ആ നദിക്ക് എന്നുള്ളത് അങ്ങ് ധരിച്ചിട്ടില്ലേ? ശരിക്കും ഇവിടെ ഒരു ചേരായ്മ വരണത് എന്താണെന്നുണ്ടെങ്കിൽ, തേ പരിഗ്രഹാത് എന്ന് വർണ്ണിക്കണത്, അവിടെ ഭഗവാൻ എപ്പോഴാണ് കാളിന്തിയെ പരിഗ്രഹിച്ചത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അത് ഭാവിയിലാണ്. അതുകൊണ്ട് വ്യാഖ്യാതാവ് സൂചിപ്പിക്കേണ്ടത് വക്ഷ്യമാണം എന്ന്. വക്ഷ്യമാണ രൂപാത്, ഭാവിയിൽ കാളിന്തിയെ ഭഗവാൻ പരിഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാവാം സുകുമാരകവി അങ്ങനെ പ്രയോഗിച്ചത്. സാധാരണഗതിയിൽ യമുന എന്നും ഭഗവാന്റെ പരിഗ്രഹമായതുകൊണ്ട്, ഭഗവാന്റെ പത്നി ആയതുകൊണ്ട് പുണ്യായമുന എന്നുകൂടി പേരുകേട്ട ഒരു നദിയുണ്ട് എന്നുള്ളത് അങ്ങേക്ക് അറിയില്ലേ? അതുണ്ട്, അസ്ഥി എന്നാണ് പറയണത്. ആ നദി എങ്ങനെയുള്ളവളാണ്? സാഗരമേഖലായ ഭൂമേ മഹാനീലമയീ മാല ഇവ ആഭാതി. യാതൊരുവൾ, യാതൊരു കാളിന്തി നദി. സാഗരമേഖലായ ഭൂമേ, സാഗരമേഖലയായിട്ടുള്ള ഭൂമിക്ക്, സാഗരം മേഖലയായിട്ടുള്ളവൾ. സാഗരം സമുദ്രം, സമുദ്രം മേഖല എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം. സമുദ്രം അരഞ്ഞാണമായിട്ടുള്ള ഭൂമിക്ക് ഈ കാളിന്തി ആരാണ്? കാളിന്തി എന്ത് ആഭരണമായിട്ടാണ് നിൽക്കുന്നത്? മഹാനീലമയീ മാലായിവ, നല്ല ഇരുണ്ട നീല നിറമുള്ള രത്നമാണ്, ഇന്ദ്രനീല കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു മാല പോലെയാണ് ഭൂമിക്ക് ഈ യമുനാ നദി. അതാണ് മഹാനീലമയീ മാല ഇവ, നല്ല ഇരുണ്ട നീല നിറമുള്ള ഇന്ദ്രനീല കല്ലുകൊണ്ടുണ്ടാക്കിയ മാല പോലെ. അപ്പോൾ യമുനയ്ക്ക് ഒരു നീല നിറം തന്നെയാണ് അന്നും ഉള്ളത്. ആ മാല പോലെ ഭൂമിക്ക് അലങ്കാരമായി കിടക്കുന്ന കാളിന്തി നദി, ആ കാളിന്തി നദിക്ക് യമുന എന്നും ഒരു പേരുള്ളതായിട്ട് അങ്ങ് കേട്ടിട്ടുണ്ടല്ലോ, ആ നദിയെ പറ്റിയിട്ട് അങ്ങേക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യമുനയുടെ ദുഃഖങ്ങൾ, അതായത് കാളിന്തി നദിക്ക് ഇപ്പോൾ ഉള്ളതായിട്ടുള്ളൊരു ദുഃഖം, അതിനെ പറ്റിയിട്ട് പറയാനാണ് വന്നിരിക്കുന്നത്. സാഗരം അരഞ്ഞാണമായിട്ടുള്ള ഭൂമിക്ക്, അപ്പോൾ അരഞ്ഞാണത്തിൻ്റെ സൗന്ദര്യം കൊടുക്കുന്നത് സമുദ്രമാണ് എങ്കിൽ ഭൂമിക്ക് മാലയായിട്ട് സൗന്ദര്യം കൊടുക്കുന്നത് ഈ കാളിന്തി നദിയാണ്. അങ്ങനെയുള്ള കാളിന്തി നദിയെ പറ്റിയിട്ടാണ് ഇനി കൂടുതലായിട്ട് വർണ്ണിക്കാൻ പോണത്. നമുക്ക് ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. കളിന്ദജാകൂല നികുഞ്ചവാസാം ജാനീഹി ശൗരേ ജലദേവതാം മാം അത്രാഗതേരദ്യമയാ നിമിത്തമാവേദ്യതേ തച്ഛൃണു സാവധാന. നന്വസ്തി സിന്ധുർയമുനേതി പുണ്യാ പുണ്യാ വിശേഷേണ പരിഗ്രഹാത്തെ ആഭാദിയാ സാഗരമേഖലായ മാലാ മഹാനീലമയീവ ഭൂമേ. കാളിന്തി നദി സ്വന്തം അവസ്ഥാന്തരങ്ങൾ ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണ്.
ഇനി എന്തൊക്കെയാണ് പറയാൻ പോണത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ പാദാംബുജങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.